ഗൈസ്, നമ്മളെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഉറപ്പായും ചോദിക്കുന്ന 3 ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത് കാണുന്ന ആളുകൾ മുഴുവനായിട്ട് കാണണം. കാരണം വരാനിരിക്കുന്ന ഓണപരീക്ഷയിൽ ഈ 3 ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഏതായിരിക്കും ആ 3 ക്വസ്റ്റ്യൻ? നമുക്ക് സമയം കളയേണ്ട, വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ. അപ്പൊ മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് മാത്രം ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന ഈ വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ നിങ്ങളെ ശ്രദ്ധ. ഞാൻ ആവാഹിച്ചെടുക്കാൻ സംസാരിക്കുന്ന ജെക്കെയാണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിംഗിന്റെ ഇടത് കൈ നിയമം. എല്ലാവരും കൈയൊന്നും ഇങ്ങനെ പിടിച്ച് ഒന്ന് കാണട്ടെ. അതെ, ഇങ്ങനെ തന്നെ പിടിക്കും. ഇതിനകത്ത് ഈ തള്ളവിരൽ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ചാലകത്തിന്റെ ചലന ദിശയാണ്. ഇനി 4 ഫിംഗർ, നടുവിരൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക ബലരേഖകൾ സൂചിപ്പിക്കുന്നു. സെന്റർ ഫിംഗർ എന്ന് പറഞ്ഞാൽ വൈദ്യുതിയുടെ ഡയറക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഓൾറെഡി എല്ലാവർക്കും ഫാദർ, മദർ, ചൈൽഡ് എന്നൊക്കെ അറിയാം. ഇതൊക്കെ എപ്പോഴും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇത് ഓരോന്നും പെർപെൻഡിക്കുലർ ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് തള്ളവിരൽ എന്തിനു സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ തെറ്റിക്കാൻ പാടില്ല. അതെന്തായിരിക്കണം? ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. അല്ലെ, നമുക്ക് തന്നിട്ടുള്ള ഒരു ചാലകത്തിന്റെ ചലന ദിശ അല്ലെങ്കിൽ ബലം, ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എഫ്, തള്ളവിരൽ എന്ന് പറയുന്നത്. ഇനി ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ അത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. കാന്തിക ബലങ്ങളുടെ ദിശ എല്ലാവർക്കും അറിയാം, നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. അപ്പൊ തന്നിരിക്കുന്ന ചിത്രത്തിൽ ചൂണ്ടുവിരൽ എന്ത് ചെയ്യണം? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, എങ്ങോട്ടാണോ ആ സൈഡിലേക്ക് നമ്മൾ കൈവെക്കണം. ഇനി സെന്റർ ഫിംഗർ എന്ന് പറഞ്ഞാൽ അത് കറണ്ടിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഫാദർ, മദർ, ചൈൽഡ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കുന്ന 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈ സ്ക്രീനിൽ കാണുന്നത് എല്ലാവരും ക്ലിയർ ആയിട്ടൊന്ന് വായിച്ച്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് വായിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കൂൾ ഓഫ് ടൈം ക്ലിയർ ആയിട്ട് ഉപയോഗിക്കുക. അങ്ങനെയെങ്കിൽ എക്സാം നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ലെഫ്റ്റ് ഹാൻഡ് റൂളുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ? അല്ലെ, ചാലകത്തിന്റെ ചലന ദിശയെ ഏതെല്ലാം ഘടകങ്ങൾ സ്വാധീനിക്കുന്നു? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കേട്ടാൽ നിങ്ങൾ പേടിക്കണ്ട. ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കുക. ചാലകത്തിന്റെ ചലന ദിശയെ ഏതെല്ലാം ഘടകങ്ങൾ, ഏതെല്ലാം ഫാക്ടറാണ് സ്വാധീനിക്കുന്നത്, ഇൻഫ്ലുവൻസ് എന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ട, ഇതിലേക്ക് നോക്കുക. ഇതാണ് ചാലകത്തിന്റെ ചലന ദിശ, ഫോഴ്സ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മളെ തള്ളവിരല്. ബാക്കി ഇവിടെ 2 ഏതൊക്കെയാണ്? ഒന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, കാന്തിക ബലയുടെ ദിശ, മറ്റൊന്ന് കറണ്ടിന്റെ ദിശ. അപ്പൊ ഈ ചാലകത്തിന്റെ ചലന ദിശ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ് മക്കളെ താഴത്ത് കാണുന്നത്. അപ്പൊ അത് 2 എഴുതിച്ച, ഒന്ന് ഏതാണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, കാന്തിക ബലയുടെ സഞ്ചാര ദിശ, നോർത്തും സൗത്തും നോർത്തും, അതൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ചാലകത്തിന്റെ ചലന ദിശ, അതായത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് മാറ്റം വരും. ഇനി കറണ്ടിന്റെ ദിശ മാറിക്കഴിഞ്ഞാലും നമ്മുടെ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? മാറ്റം വരുന്നു. അപ്പൊ അത് കണ്ടെത്താൻ ഓർത്തു വെക്കുക, 2 പോയിന്റ് ആണ്. ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഇടത് കൈ നിയമപ്രകാരം നമുക്ക് എപ്പോഴും ഇങ്ങനെ ചോദ്യം തരും. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ചാലകത്തിന്റെ ചലന ദിശയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഏതെല്ലാം ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത് ചോദിച്ചാൽ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ, അത് സെന്റർ ഫിംഗർ ആണ്. കാന്തിക മണ്ഡലത്തിന്റെ ദിശ ആണ്, അത് 4 ഫിംഗർ, ചൂണ്ടുവിരലാണ്. ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഡയറക്ഷൻ ഓഫ് കറണ്ട് മാറിക്കഴിഞ്ഞാൽ ചലിക്കുന്നതിന് ദിശ മാറും. ഇനി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക ബലയുടെ ദിശ മാറിക്കഴിഞ്ഞാലും ചലന ദിശ മാറും. അപ്പൊ അതൊക്കെ കണ്ടെത്താൻ. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ഇതിലെ ക്വസ്റ്റ്യൻ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഈ വരുന്ന ഓണപരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് തുറക്കുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചിത്രം ഇതായിരിക്കും. ഇത് കാണുമ്പോൾ ദേഷ്യമായിരിക്കും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, ലെഫ്റ്റ് ഹാൻഡ് റൂൾ കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, ചാലകത്തിന്റെ ചലനദിശ കണ്ടെത്താനാണ്. ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. ഈ AB എന്ന ചാലകം ഏത് ദിശയിലേക്ക് ചലിക്കുന്നു എന്നാണ് ചോദ്യം വരിക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ AB എന്നുള്ള കണ്ടക്ടർ ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും, ഒന്നില്ലെങ്കിൽ ഔട്ട്വേർഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻവേർഡ് ആയിരിക്കും, ഒന്നില്ലെങ്കിൽ പുറത്തേക്കായിരിക്കും അല്ലെങ്കിൽ ഉള്ളിലേക്കായിരിക്കും. ഇത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയെങ്കിൽ ഇനി നോക്കുക, കറണ്ടിന്റെ ഡയറക്ഷൻ തന്നിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്കണം. കറണ്ടിന്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കണം മക്കളെ, പഠിച്ചോളി. എന്താണ്? കറണ്ട് എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കും, എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഇനി നോർത്ത് പോൾ കണ്ടില്ല, മുകൾ ഭാഗത്താണ്, സൗത്ത് പോൾ താഴത്തേക്കാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. അപ്പൊ നിങ്ങളെ ചൂണ്ടുവിരൽ താഴത്തേക്കാണ് പിടിക്കേണ്ടത്. കറണ്ടിന്റെ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് ഇതാ ഈ ചിത്രത്തിൽ നോർത്ത് മുകളിൽ, സൗത്ത് താഴത്താണ്, AB എന്നുള്ള കണ്ടക്ടറിങ്ങാണ്. ഇത് കണ്ടെത്താൻ ഞാൻ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യാറോ, ആരും കാണാതെ മുകൾ ഭാഗത്തും നോർത്തും താഴെ ഭാഗത്തും സൗത്ത് എന്ത് ചെയ്യാം, എഴുതി വെക്കാം.
ഇതിലെല്ലാവർക്കും പറ്റുമല്ലോ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ മുകൾ ഭാഗത്തും നോർത്തും താഴെ ഭാഗത്തും സൗത്തും അടയാളപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യാറിയോ, അതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആരോ മാർക്ക് കൊടുക്കുക. അത് കറണ്ടിന്റെ ദിശയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇതേതാണ്? കറണ്ടിന്റെ ദിശയാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഇങ്ങനെ വരച്ചേക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരയ്ക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ ഒരു പേപ്പർ എടുക്കുകയാണ്. ഈ പേപ്പറിന്റെ മുകൾ ഭാഗത്ത് ഞാൻ നോർത്തും താഴെ ഭാഗത്തും സൗത്തും അടയാളപ്പെടുത്തി. സെന്ററിലൂടെ ഒരു വര ഇങ്ങനെ വരയ്ക്കുക. അതാ ഞാൻ അവിടെ വരച്ചിട്ടുള്ളത്, കിട്ടുമോന്ന് അറിയില്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമെന്ന് അറിയില്ല. മുകൾ ഭാഗത്ത് ഞാൻ നോർത്തും താഴെ ഭാഗത്തും സൗത്തും അടയാളപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്യുക, സെന്ററിലൂടെ ഒരു വര വരയ്ക്കുക. അതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂണ്ടുവരല് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. അപ്പൊ ചൂണ്ടുവരൽ എന്ത് ചെയ്യുക, താഴത്തേക്ക് പിടിക്കുക. സെന്റർ ഫിംഗർ, കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടല്ലേ വരച്ചത്, നേരെ ഇങ്ങനെ പിടിക്കുക. അപ്പൊ എന്റെ തള്ളവരൽ ഈ പേപ്പറിന്റെ ഉള്ളിലേക്കല്ലേ. മക്കളെ ശ്രദ്ധിക്കൂ. എന്താണ്, ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിന്റെ മുകൾ ഭാഗത്ത് നോർത്ത് അടയാളപ്പെടുത്തുക. എന്താ ഞാൻ നോർത്ത് അവിടെ അടയാളപ്പെടുത്താൻ കാരണം, ദാ ചിത്രത്തിലൊക്കെ നോർത്ത് മുകളിലാണ്, സൗത്ത് താഴെയാണ്. അപ്പൊ നോർത്ത് മുകളിൽ അടയാളപ്പെടുത്തി, സൗത്ത് താഴെ അടയാളപ്പെടുത്തി, സെന്ററിലൂടെ ഞാനൊരു വര വരച്ചു. എന്നിട്ട് ചൂണ്ടുവരൽ നല്ല താഴത്തേക്ക് പിടിക്കുന്നു, കാരണം നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. സെന്റർ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷനാണ് ഞാൻ ഈ വരച്ചത്. കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരയ്ക്കും. എന്റെ പേപ്പർ ഇന്റെ ഈ തള്ളവരൽ ഫോഴ്സ് എങ്ങോട്ടാണ്, പേപ്പറിന്റെ ഉള്ളിലേക്ക്. അതായത് ഇത് ഉള്ളിലേക്കായിരിക്കും. എങ്ങോട്ടായിരിക്കും, ഇൻവേർഡ്. ഇത് എങ്ങോട്ടായിരിക്കണം, ഇൻവേർഡ്. അത് കണ്ടെത്താനാണ് ഞാൻ ഈ പറഞ്ഞത്. ഏതെങ്കിലും മക്കൾ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ, ചൂണ്ടുവരൽ താഴത്തേക്ക് പിടിക്കുക, കറണ്ട് അങ്ങോട്ടാണെങ്കിൽ നിങ്ങളുടെ തള്ളവരൽ ഏത് ദിശയിലേക്ക്, ഏത് ഡയറക്ഷനിലായിരിക്കും നോക്കുക. അങ്ങനെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ വരും, ഉറപ്പാണ്. അപ്പൊ ഇത് ആരും പേടിക്കേണ്ട. ഇങ്ങനെ ഒരു ഐഡിയ വരയ്ക്കുക. എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ നോർത്ത് എവിടെയാണോ മുകളിൽ വരയ്ക്കുക, സൗത്ത് താഴത്ത്. അതിന്റെ സെന്ററിലൂടെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ആൻസർ ഇങ്ങനെ കിട്ടും. അപ്പൊ ഇത് എങ്ങോട്ടായിരിക്കണം, ഇൻവേർഡ്, ഉള്ളിലേക്കാണ് നോർത്ത് വയ്ക്കുക. ഇത്രേ ഉള്ളൂ. വളരെ ക്ലിയർ ആണ്. അപ്പൊ നമ്മളെ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂളുമായി ബന്ധപ്പെട്ട് രണ്ട് ക്വസ്റ്റ്യൻ. ഒന്ന് ഡയറക്ഷൻ, അതായത് നമ്മളെ ഫോഴ്സിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ നമ്മൾ ഏതൊക്കെ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ, ഘടകങ്ങൾ ഏതൊക്കെ വെച്ചാൽ ഈ രണ്ട് പോയിന്റുകളാണ്. അത് ഈ വിരലുകൾ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് അത് ഏത് ദിശയിലേക്ക് ചലിക്കുന്നു വെച്ചാൽ ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ, അല്ലെങ്കിൽ എക്സ് വൈ പി ക്യൂ എന്നൊക്കെ തരും. അതിലൊന്നും കൺഫ്യൂഷൻ വേണ്ട. ഇങ്ങനെ വരച്ചു നോക്കുക. മുകൾ ഭാഗത്ത് നോർത്തും താഴെ സൗത്തും, പിന്നെ സെന്ററിലൂടെ ഒരു വര വയ്ക്കുക. അത് കറണ്ടാണ്. ഈ സെന്റർ ഫിംഗറിന്റെ നേരെ എന്ത് ചെയ്യുക, ഈ വരച്ചതിന് നേരെ സെന്റർ ഫിംഗറും വെക്കുക, ചൂണ്ടുവരൽ ഇങ്ങോട്ടും വെക്കുക. അപ്പൊ തള്ളവരൽ ഏത് ഭാഗത്താണോ നോക്കുക. മക്കളെ കിട്ടും, പേടിക്കണ്ട. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരിക സോളിനോയിഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു കൺഫ്യൂഷൻ വേണ്ട. ഈ വരുന്ന പരീക്ഷയ്ക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചൊരു ക്വസ്റ്റ്യൻ വരും. സോളിനോയിഡുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ വരും. സോളിനോയിഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എപ്പോഴും പൊളാരിറ്റി, അതിന്റെ നോർത്ത് പോൾ സൗത്ത് പോൾ കണ്ടെത്താനാണ് ചോദിക്കുക. അപ്പൊ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ നമുക്കൊരു സോളിനോയിഡ് തന്നിട്ടുണ്ട്. ഈ സോളിനോയിഡിൽ എയും ബി ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കറണ്ടിന്റെ ദിശ അവിടെ തന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് തരും, ഇവിടെ പ്ലസും ഇവിടെ മൈനസ് ഒക്കെ തരും. അപ്പൊ കറണ്ടിന്റെ ദിശ മനസ്സിലാക്കണം. കറണ്ടിന്റെ ദിശ ഇതിലെങ്ങനെ വന്ന് ഇങ്ങനെയല്ല പോണത്. കറണ്ടിന്റെ ദിശ ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ എന്നുള്ള ഭാഗത്തുനിന്ന് ഒരാൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കൂ. കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ആന്റി ക്ലോക്ക് ആണ്. ഇവിടെ എങ്ങനെയാണ്, ആന്റി ക്ലോക്ക് ആണ്. ആന്റി ക്ലോക്ക് ആണെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഈ എന്നുള്ള അഗ്രം എന്തായി മാറും, നോർത്തായി മാറും. അങ്ങനെയെങ്കിൽ എസ് ഏതായി മാറും, ബി ഏതായി മാറും, സൗത്ത് ആയിട്ട് മാറും. ഈ ഒരു വ്യത്യാസം ജസ്റ്റ് ഓർത്തേക്ക് ഒന്നുകൂടി ക്ലിയർ ആണ് ഞാൻ ഇവിടെ നിന്ന് പറയുന്നു. നോക്കിക്കോളെ മക്കളെ, എന്താണ് കറണ്ടിന്റെ ഡയറക്ഷൻ. നിങ്ങൾ ഒരു പേൻ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ആ ചിത്രത്തിൽ ഇങ്ങനെ വരച്ചു നോക്കിയാൽ മതി. ഇപ്പൊ അല്ലേ ഈ ചിത്രത്തിൽ ഇങ്ങനെ കറണ്ട് വന്നിട്ട് ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് ഒരു കുട്ടി നോക്കുന്ന സമയത്ത് ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ആന്റി ക്ലോക്ക് ആണ്. ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ആന്റി ക്ലോക്ക് അപ്രദക്ഷിണ ദിശയാണ്. അതുകൊണ്ട് നോർത്ത് പോളാണ്. നമുക്കറിയാം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് നോർത്ത് പോളാണ്. അങ്ങനെയെങ്കിൽ ഈ എന്റെ എന്തായി മാറും, സൗത്ത് പോളായിട്ട് മാറും. അപ്പോൾ എപ്പോഴും ഒരു പൊളാരിറ്റി, ഒരു ധ്രുവത കണ്ടെത്താൻ ഒരു ക്വസ്റ്റ്യൻ വരും, തെറ്റിക്കരുത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ സോളിനോയിഡിന്റെ കാന്തശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളൊക്കെയാണ് ചോദിക്കുക. അപ്പൊ അതും പഠിച്ചു വെക്കണം. അത് ഈസിയാണ്, ഇത് തള്ളിക്കളരുത്. ഏതാണ്, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അളവ് കൂടുന്നു. ഇനി ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ കറണ്ടിന്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ അവിടെ കൊടുക്കുന്ന ബാറ്ററി സെല്ലിന്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. ഇനി യൂസ് ദ സോഫ്റ്റ് അയൺ കോർ. നമ്മൾ ആ സോളിനോയിഡിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, ഒരു കട്ടിയുള്ള ഒരു സോഫ്റ്റ് അയൺ കോർ, അതൊരു പച്ചിരുമ്പ് കഷ്ണം വെച്ച് കഴിഞ്ഞാലും കാന്തത്തിന്റെ ശക്തി കൂടും. ഇനി ആ
പച്ചിരുമ്പ് കോറിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യുക, കൂട്ടിക്കഴിഞ്ഞാലും കാന്തത്തിന്റെ ശക്തി കൂടുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിപ്പിക്കുക, പച്ചിരുമ്പ് കോർ ഉപയോഗിക്കുക, ഛേദതല വിസ്തീർണം വർദ്ധിപ്പിക്കുക. ഇതും ഇമ്പോർട്ടന്റ് ആണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്ക് ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വരിക. അപ്പൊ ഇതും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ലൗഡ് സ്പീക്കറിന്റെ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. അപ്പൊ ലൗഡ് സ്പീക്കറിനകത്ത് എപ്പോഴും നമുക്ക് വരുന്ന ചോദ്യം എന്താണ്? എനർജി ചേഞ്ച്, വർക്കിംഗ് പ്രിൻസിപ്പിൾ, വർക്കിംഗ് ഓഫ് ലൗഡ് സ്പീക്കർ. എനർജി ചേഞ്ച് നമുക്കറിയാം. ലൗഡ് സ്പീക്കർ മൈക്കിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. അതാണ് സ്പീക്കറിലേക്ക് എത്തുന്നത്. അപ്പൊ ആ സ്പീക്കറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഇലക്ട്രിക്കൽ എനർജി എന്തായും സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു. അപ്പൊ നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു. അതായത് വൈദ്യുതോർജ്ജം ഏതോർജ്ജമായി മാറുന്നു? ശബ്ദോർജ്ജമായി മാറുന്നു. ഓർത്തു വയ്ക്കുക. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മോട്ടോർ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക് മോട്ടോർ വൈദ്യുത മോട്ടോർ ആണെന്ന് ഓർത്ത് വെക്കുക. വൈദ്യുത മോട്ടോർ. ഇനി ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, നമ്മൾ ഈ ലൗഡ് സ്പീക്കറിനകത്ത് ഉപയോഗിക്കുന്ന നിയമം ഏത് വെച്ചാൽ അത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. സെക്കൻഡ് ചാപ്റ്ററിനകത്താണ് നിങ്ങൾ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്ററിലാണ് നിങ്ങൾ ലൗഡ് സ്പീക്കർ പഠിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്ററിലാണ് നിങ്ങൾ ഇലക്ട്രിക് മോട്ടോർ പഠിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്ററിലാണ് നിങ്ങൾ DC മോട്ടോർ പഠിക്കുന്നത്. ഇതൊക്കെ ഏതാണ്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ചോദ്യം ആണ് വർക്കിംഗ് ഓഫ് ലൗഡ് സ്പീക്കർ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വരും, അത് കറക്റ്റ് ഓർഡർ ആക്കാൻ പറയും. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രധാന ഭാഗങ്ങളുടെ പേരൊക്കെ പഠിച്ചു വെക്കണം മക്കളെ. ഒരു ഫീൽഡ് മാഗ്നറ്റ്, വോയിസ് കോയിൽ, ഡയഫ്രം, ഇതാണ് ഇതിന്റെ കാര്യമായിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ വർക്കിംഗ് എങ്ങനെയെന്നുള്ള ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. നോക്കിക്കോളെ, എന്താണ് ആദ്യത്തെ പോയിന്റ്? ഇലക്ട്രിക്കൽ സിഗ്നൽ റീച്ച് ദി വോയിസ് കോയിൽ. നമ്മൾ സംസാരിക്കുന്ന ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറിയിട്ട് ആംപ്ലിഫയർ വഴി എന്ത് ചെയ്യുന്നു? വോയിസ് കോയിലേക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽ എത്തുന്നു. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഫസ്റ്റ് പോയിന്റ് അതാണ്. എന്താണ്? വൈദ്യുത സിഗ്നൽ വോയിസ് കോയിൽ എത്തുന്നു. അതിനുശേഷം രണ്ടാമത്തെ പോയിന്റ് എന്താ? വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. വോയിസ് കോയിലേക്ക് കറണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയിൽ അവിടെ വൈബ്രേഷൻ ചലിക്കാൻ തുടങ്ങും. അപ്പൊ സെക്കൻഡ് പോയിന്റ് ഇതാണ്. ഏതാണ്? വോയിസ് കോയിൽ വൈബ്രേറ്റ്, വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ തേർഡ് പോയിന്റ് എന്താണ്? ആസ് എ റിസൾട്ട് ഡയഫ്രം വൈബ്രേറ്റ്. വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള ഡയഫ്രം എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഫലമായി ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ തേർഡ് പോയിന്റ് ഇതാണ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം? ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ശബ്ദം പുറത്തു വരുന്നു. ദ സൗണ്ട് കം ഔട്ട്. ഓർത്ത് വയ്ക്കുക. അപ്പൊ ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോയിന്റുകൾ തന്നിട്ട് നിങ്ങളോട് അതൊരു കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറയും. അത് ശ്രദ്ധിക്കണം. എനർജി ചേഞ്ച് ഓർത്ത് വയ്ക്കുക. വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ഇലക്ട്രിക് മോട്ടോർ ആണ്. ഏത് നിയമപ്രകാരം വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. കാരണം സെക്കൻഡ് ചാപ്റ്ററിനകത്ത് അത് പഠിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഈ വരുന്ന പരീക്ഷയിൽ മക്കളെ ഉറപ്പായും ചോദിക്കുന്ന 3 ചോദ്യം ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഒറ്റ തവണ നിങ്ങൾ കേട്ടാൽ മതി, പിന്നെ നിങ്ങൾ തെറ്റിക്കൂല. ഓക്കെ. അപ്പൊ വരാനിരിക്കുന്ന പരീക്ഷയിൽ എന്താ നല്ല ഉഷാറായിട്ട് എഴുതുക, നല്ല അടിപൊളിയായിട്ട് എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ആൾ ദി ബെസ്റ്റ്.